അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹി ഖുദ്റതി വശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹഫ്ളുദ്ദീൻ വൽ ഖുർആൻ മാഷാ അല്ലാഹു ഖാൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി وهلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العظيم وصدق بالله النبي الكريم ഏറ്റവും ബഹുമാനവും ആദരവ് നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലകത്തിലേക്ക് കയറിയ ചില വരികളാണ്. മദീനത്തെ മിനാരത്തെ പച്ചക്കൊബ്ബ കാണുമ്പോയൻ മനസ്സിലെ കുളിർ തന്നിൽ അടിയുലയുന്നു. പുണ്യ മദീനത്തെ റസൂലിനെ കാണാൻ കൊതിച്ചേ. മദീനത്തെ മിനാരത്തെ പച്ചക്കൊബ്ബ കാണുമ്പോയൻ മനസ്സിലെ കുളിർ തന്നിൽ അടിയുലയുന്നേ. പുണ്യ മദീനത്തെ റസൂലരെ കാണാൻ കൊതിച്ചേ. മുത്താം റസൂലിൻ്റെ മദീനയെ അണയാൻ വേണ്ടി അല്ലാഹുവേ ഞാനും നിന്നോട് ചോദിക്കുന്നു. പുണ്യ മദീനത്തെ റസൂലിനെ കാണാൻ കൊതിച്ചേ. മദീനത്തെ മിനാരത്തെ പച്ചക്കൊബ്ബ കാണുമ്പോയൻ മനസ്സിലെ കുളിർ തന്നിൽ അടിയുലയുന്നു. പുണ്യ റസൂലിനെ കാണാനായി ഞാനും കൊതിച്ചേ. പ്രകാശത്തിൻ പൂരിതമായ മുത്ത് റസൂലിൻ്റെ മുഖം അല്ലാഹുവേ നീയൊന്ന് കാട്ടിത്തരണേ. തിങ്കൾ പൂമുഖം അല്ലാഹുവേ നീ കാട്ടിത്തരണേ. മദീനത്തെ മിനാരത്തെ പച്ചക്കൊബ്ബ കാണുമ്പോയൻ മനസ്സിലെ ഒടിയത്തും കൊള്ളിയാണ്. പുണ്യ മദീനത്തെ റസൂലരെ കാണാൻ കൊതിച്ചേ. വഅലൈക ഹബീ യാ റസൂലല്ലാഹ് وعليك حبيب يا حبيب الله. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ വേദി അല്ലാഹു പടച്ചതമ്പുരാൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.
അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും പടച്ചു തമ്പുരാൻ മനസ്സിലാക്കുമാറാകട്ടെ. അപ്പോ നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത മഹല്ല് ഖാസിയും മുദരിസുമായ നമ്മുടെ ജാഫർ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ വേദിയിൽ മുഹമ്മദ് മുസ്ലിയാർ, KT അബൂബക്കർ അബൂ ഫൈസി, കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ, അബൂബക്കർ റഹ്മാൻ ഫൈസി. വേദിയെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരുടെയും മനസ്സ് നമ്മൾ ഇൽമുമായിട്ട് അടുപ്പിക്കുക, പടച്ചതമ്പുരാനെ മാത്രം അടുപ്പിച്ചുകൊണ്ട് മനസ്സിന്റെ ഉള്ളകത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഇൽമെന്താണ്, അറിവെന്താണ്, ഓരോ മനുഷ്യന്റെയും അവളുടെ കൽബിന്റെ ഉള്ളിലെ ആ മാംസക്കട്ട, ആ പാറക്കല്ല് പോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ള അതിങ്ങനെ കറുത്തുകൊണ്ടൊരു കരിക്കട്ട പോലെ തെറ്റുകളെ കൊണ്ട് മൂടിയ നമ്മുടെ കൽബുണ്ടല്ലോ, ആ കൽബൊന്ന് തെളിച്ച് പടച്ച തമ്പുരാന്റെ മുന്നിലേക്കൊന്ന് മടങ്ങുവാൻ, അല്ലാഹുവിലേക്കൊന്നടുക്കുവാൻ, ഇൽമിന്റെ പവിത്രതയൊന്ന് തിരഞ്ഞെടുക്കുവാൻ, ലോകത്തിന്റെ നായകനായ മദീനയുടെ മണവാളനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ പൊന്നുപ്പമാരെ നമുക്ക് സാധിക്കണ്ടേ? നമുക്ക് സാധിക്കണ്ടേ? എന്താ എല്ലാരും ഉറങ്ങാൻ തുടങ്ങിയോ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സൊക്കെ ക്ലിയർ ആക്കി ഇൽമ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്ന് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തെരുമാറാകട്ടെ. ആമീൻ. ഉഷാറില്ലാത്ത എത്രക്കാരും ആളുണ്ടായിട്ട് ആമീൻ ഉഷാറില്ലാത്ത എല്ലാവർക്കും മൈക്ക് തരണം. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇതല്ലേ നമുക്ക് ആമീനല്ലേ നമുക്ക് എപ്പോഴും ദുആല്ലേ നമ്മുടെ വിജയം. അവിടെയല്ലേ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു പോകും. അപ്പോ നമ്മളെപ്പോഴും ദുആ ചെയ്യും. എനിക്കൊക്കെ വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്കും എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യും. ഇപ്പൊ നമ്മളിന്ന് അഭിസംബോധന ചെയ്യാൻ പോകുന്ന വിഷയം മഹ്ശറിലെ പ്രവാചകൻ എന്ന വിഷയത്തെയാണ്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച വിഷയം മരണം മനുഷ്യന്റെയും ലോകത്തിന്റെയും എന്നാണ്. പക്ഷെ എന്നാലും രണ്ടും കൂടി അടുത്തൊരു വിഷയമായതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷമപ്പെടുത്തുന്നില്ല. ഇപ്പൊ നമ്മുടെ പല പ്രഭാഷണങ്ങളും കഴിഞ്ഞു പോയി. ഇതിന്റെ മൂന്നാമത്തെ ദിവസം, ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ദിവസം. അൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മളെല്ലാവരും പല ഇൽമുകളും കേട്ടവരാണ്, അറിവുകളും കേട്ടവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഒന്നാമത്തത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആ ഇൽമ നമ്മുടെ ഉള്ളകത്തിലേക്ക് ആദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കയറ്റിട്ടുണ്ട്. ആദ്യം സദസ്സിൽ വരുമ്പോ തൊപ്പിടുമായിരുന്നു, തലമറക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ആദ്യത്തെ അറിവതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പല വേദികളിലും എന്താണ് തലമുറ സുന്നത്താണെന്ന് ലോകത്തിന്റെ നായകൻ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ തലമുറക്കണ്ടേ? ഇതല്ലേ ആദ്യത്തെ സുന്നത്ത് നമ്മളെ കരസ്ഥമാക്കണ്ടേ? സുൽത്താനെയല്ലേ നമ്മൾ പിൻപറ്റേണ്ടത്? ഈ വ്യാഴാഴ്ച മോദിയിലെ വെള്ളിയാഴ്ച മോദിയിലെ പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നായകനായ മദീനയുടെ മണവാളനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സലാത്തും അങ്ങ് മദീനയിൽ നിന്ന് കേൾക്കൊണ്ടേയിരിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. റസൂലുള്ളാഹിന്റെ ഇടക്കിടക്ക് നമുക്ക് സലാത്ത് ചൊല്ലി നമുക്ക് റാഹത്തായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പോവാല്ലേ, വിഷയത്തിലേക്ക് കിടക്കാല്ലേ. എല്ലാവർക്കും സന്തോഷല്ലേ? അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. തന്നെ നല്ലൊരു വിജയം കൊണ്ടുവരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്റെ ഉപ്പ ഉമ്മമാര് അതിനു വേണ്ടി സഹായിച്ച് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം ഇൻഷാ അല്ലാഹ്. ഇത്രക്കായിരം ജനങ്ങൾ നിൽക്കുകയാണ്. കാരണം ഒരു വിഷയത്തിന്റെ തന്റെ ഇൽമ ലഭിക്കാൻ വേണ്ടിക്കൊണ്ട് നിൽക്കുന്നവരാണ്. അപ്പോ എല്ലാവരും പരമാവധി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, വലിയ കസാലയാണ്, അത് ചെറുങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കുട്ടികളൊക്കെ മുതിർന്നവർക്ക് എഴുന്നേറ്റുകൊണ്ട് അദബും കുരുത്തവും നമ്മൾ എന്നെ പോലെയുള്ള എൻ്റെ കൊച്ചു കൂട്ടുകാർ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൊടുത്ത് അവരെയൊക്കെ സഹായിക്കണമെന്ന് ആദ്യം ഞാൻ പറയുന്നു. അപ്പൊ നമുക്ക് നിൽക്കാനുള്ള ആഫിയത്തൊക്കെ പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുതിർന്നവർക്ക് അല്ലാഹു അവരുടെ കാലം കഴിയാനായി, അല്ലാഹു വിളിക്കേണ്ട ടൈമാകാനായി, ഇപ്പോ ആഫിയത്തൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ. അപ്പൊ എന്ത് ചെയ്യണോ? നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം? കുട്ടികള് അവർക്കൊക്കെ എഴുന്നേറ്റ് കൊടുക്കണം. അപ്പോ ഇന്ന് നമ്മുടെ വിശ്വം മഹ്ശറിയിലെ പ്രവാചകൻ എന്താണ് മഹ്ശറിയിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത്? ഏതൊരു മനുഷ്യനും ഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു കുട്ടി ജീവിതത്തിലേക്ക് തന്റെ ഭൂമിയിലേക്ക് കടന്നു തരുമ്പോ തന്റെ മാതാവിന്റെ ഗർഭഭാഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ ആ കുട്ടിയുടെ 2 ചെവികളിൽ വലത്തെ ചെവിയിൽ നമ്മളെ ബംഗുമിക്കാമത്തും കൊടുക്കും. അപ്പൊ ആ കുട്ടി ആ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് ആദ്യമായി കുട്ടിയുടെ ചെവിട്ടിന്റെ ഉള്ളകത്തിലേക്ക് കേൾക്കുകയാണ്. എന്താണ് ആ കുട്ടിക്ക് നമ്മളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? എന്റെ ഉമ്മ ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് നമ്മൾ ആദ്യമായി കൊണ്ടെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ആ കുട്ടി വളർന്ന് വലുതാകും. ആ കുട്ടിക്ക് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം, അവന്റെ ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ഉമ്മമാരെ, എന്റെ ഈ ശബ്ദം ക്ഷമിക്കുന്ന എന്റെ ഇതര സഹോദരിമാരെ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ വിശുദ്ധമായ വിവാദങ്ങൾ ഞാൻ നേരുന്നു. അപ്പൊ എന്റെ ഉമ്മമാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. നമ്മുടെ മക്കളെ നമ്മളെ പോറ്റി വളർത്തുമ്പോ നമ്മൾ എന്താ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ലാഹുവിനെ കുറിച്ചാണ്. ആദ്യം സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ കുറിച്ചാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ സിനിമാ നടന്മാരെയല്ല, അവരെയെല്ലാം നമ്മളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ കാണുന്ന ഈ പ്രപഞ്ചമാകെ പടച്ച നമ്മുടെയൊക്കെ പടച്ച അല്ലാഹുവിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞു കൊടുക്ക എന്റെ പൊന്നുമ്മ, നമുക്ക് സാധിക്കണേ. ആദ്യത്തെ സ്കൂളും മദ്രസയൊക്കെ ഈ ഉമ്മാന്റെ മടിത്തട്ടിലാ എന്റെ പൊന്നുമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മടിത്തട്ടിലാ കുട്ടികൾ ആദ്യത്തെ അറിവ് പഠിക്കുന്നത്. ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നാ കുട്ടികള് ആദ്യത്തെ അറിവ് പഠിക്കുന്നതെങ്കിൽ എന്റെ പൊന്നാര ഉമ്മ, നമ്മൾ ആദ്യം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലാഹുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണേ, അവന്റെ ഹബീബിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഈ എല്ലാ ഇൽമിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആദ്യമായി എന്റെ ഉമ്മമാരെ നമ്മൾ പറഞ്ഞു കൊടുക്കണേ. ജീവിതത്തില് ആ കുട്ടി വളർന്നു വരുമ്പോ എന്താണ് അല്ലാഹു ആർക്ക് വേണ്ടിയാണ്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? പടച്ചു തമ്പുരാന് നമ്മളെ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതൊക്കെ എന്റെ ഉമ്മമാരെ മനസ്സിലാക്കി കൊടുക്കണേ. ആ കുട്ടികൾ വളർന്നു വരുമ്പോ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കും. ചെറുപ്പത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് ഒരു വിചാരവുമില്ലാത്ത, നമ്മുടെ പോലെ ഒരു തെറ്റ് പോലും ചെയ്യാത്ത, ഒരു തെറ്റ് പോലും ചെയ്യാത്ത ആ കുഞ്ഞു മനസ്സിന്റെ ഉള്ളില് അല്ലാഹുവിനെ കുറിച്ച് മാത്രം ആ ഒരു തെറ്റിന്റെ മഷി പോലും വീഴാത്ത ആ കൽവിന്റെ ഉള്ളില് അല്ലാഹുവിനെ കുറിച്ച് ആ മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോ, ആ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കുട്ടി അല്ലാഹുവിനെ കുറിച്ച് അങ്ങ് മനസ്സിലാക്കുകയാണ്. ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളകത്തിന്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് അല്ലാഹുവിനെ കുറിച്ചങ്ങ്, പടച്ച തമ്പുരാനെ കുറിച്ച് ബ്ലൂടൂത്ത് വഴി നമ്മൾ അല്ലെങ്കിൽ വളരെ ഷെയർ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെ കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പിക്ചർ അയച്ചു കൊടുക്കുകയാ. അപ്പൊ ഇവിടെയാണ് ആദ്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊക്കെ എല്ലാവരും ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സദസ്സത്ര ഭംഗിയാ. ഈ സദസ്സിൽ വെള്ളിയാഴ്ച മുന്തിയില് ഇപ്പൊ നമ്മള് എന്ത് ദുആ പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പടച്ച തമ്പുരാൻ തരൂല. അത്രയും പവിത്രതയേറിയ ദിവസം. അപ്പൊ ആ ദിവസത്തിന് പടച്ച തമ്പുരാന്റെ ബർക്കത്തുണ്ടാവും. കാരണം 40 ആള് കൂടുന്നൊരു ഒരു ഔലിയ ഉണ്ടാകും. അപ്പോ 1000 ആള് കൂട്ടത്തില് ഉണ്ടാതിരിക്കോ? ഇല്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പറഞ്ഞതല്ലേ, അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോ ഔലിയാക്കന്മാരെ ദുആ പടച്ച തമ്പുരാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോ അള്ളാഹു നമ്മുടെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു നൽകുമാറാകട്ടെ. എന്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ആ കുഞ്ഞു മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് ബ്ലൂടൂത്ത് വഴി നമ്മൾ അയച്ചു കൊടുക്കുമ്പോ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ എന്താണ് എന്റെ ഉമ്മമാരെ മ്യൂസിക്കാണ് ആദ്യമായി കുട്ടി ഉറങ്ങാൻ വേണ്ടി കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, എന്റെ ഉമ്മ നമുക്ക് തെറ്റിയേ, എന്റെ ഉമ്മ നമുക്ക് തെറ്റിയേ, ആ കുഞ്ഞുമോന്റെ മനസ്സിലേക്ക് ആദ്യമായി അല്ലാഹുവിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മള് മ്യൂസിക് കേട്ടിക്കൊടുക്കുമ്പോ, മ്യൂസിക്കാണ് ആ കുട്ടി പിന്നെ ഉറങ്ങുമ്പോ പാട്ട് കേൾക്കാതെ ഉറങ്ങൂല. അതിന്റെ കാരണം എന്റെ ഉമ്മ ആദ്യമായി കുട്ടിയെ നമ്മൾ ശീലിപ്പിച്ചത് ആ പണ്ട് കാലത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാട്ട് പാടിക്കൊണ്ട് തൊട്ടിലിട്ടിക്കൊണ്ട് ആട്ടിക്കൊണ്ട് തന്റെ മാതാവ് ഇങ്ങനെ കടത്തിയുറക്കുമ്പോ ഇന്നെന്താണ് ചെവിയില് ഫോണിന്റെ എയർഫോണ് തന്റെ കുഞ്ഞുമോന്റെ ചെവിയില് കുത്തിക്കൊണ്ട് ആ തൊട്ടിലിന്റെ അവിടെ ഫോണ് വെച്ച് കൊടുത്തിട്ട് പാട്ട് കേൾപ്പിക്കുന്ന പൊന്നുമ്മ തന്റെ മക്കളെ എങ്ങനെയാണ് പോറ്റി വളർത്തേണ്ടത്, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് നിന്റെ മോനെ ആരാണാകേണ്ടത്, ചെറുപ്പത്തിൽ തന്നെ സ്വപ്നം കാണിക്കണം തന്റെ മോനൊരു ആലിമായി വലിയൊരു ഹാഫിളാക്കി മാറ്റാ. എന്റെ പൊന്നുമ്മമാരെ നമ്മൾ ആഗ്രഹിക്കണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങളെ വിശദീകരിച്ചങ്ങ് വരത്തുക, അതിങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം തൊട്ടില് മുതൽ കട്ടില് വരെ എന്ന് പറഞ്ഞാ മനസ്സിലാവും. അവിടുന്ന് മനുഷ്യരെന്നൊക്കെ തുടങ്ങി അങ്ങ് തിരിയൂല. ചങ്ങ് എന്ത് ചെയ്യണം? തൊട്ടില് മുതൽ കട്ടില് വരെ ഉള്ളതും അതുമുതലുള്ള എല്ലാ വർസയായ ലോകമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കുഞ്ഞുമോ വളർന്നു വരുമ്പോ വളർന്ന് കുഞ്ഞുനാളിൽ തന്നെ വിശുദ്ധ ഖുർആൻ എന്ന പാരായണം ചെയ്യുമ്പോ എന്റെ പൊന്നുമ്മമാരെ ആ തന്റെ ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നുള്ള സ്കൂളിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടി വിജയിക്കുകയാണ്. അവിടെയാണ് 1ാം ക്ലാസ്സിലേക്ക് തന്റെ മോനെ മദ്രസയിലേക്ക് അയക്കുകയാണ്. ഒരു ഉസ്താദ് മദ്രസ തുടങ്ങി. കുട്ടിയോടൊക്കെ ചോദിച്ചു, കുട്ടികളൊക്കെ ഒന്നില്ല. അപ്പം ചോദിച്ചു, ഒരു പാട്ട് പാടുവോ മോനെ? പാട്ട് പാടാൻ പറഞ്ഞപ്പോ എല്ലാ കുട്ടികളും, ചില കുട്ടികളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പാടി.
ഈ കുഞ്ഞുമോ പാടിയത് എന്തെന്നറിയുമോ? എന്താ പാടിയേ? നല്ല സിനിമാ പാട്ട്. ഉസ്താദ് ആകെ അന്തം വിട്ടു. നല്ല സിനിമാ പാട്ടാണ് പാടിക്കൊടുത്തു. എന്താ കഥ ഇത്? ഇപ്പൊ എന്താ കാരണം? എന്താ പാട്ട്? എന്താ ചെറിയ കുഞ്ഞുമോ പഠിക്കുന്ന പാട്ട് ഇതാണോ പഠിക്കുന്നത്? എന്താ പഠിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ നമുക്ക് നല്ലതിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സിനിമാ നടന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവരിലേക്ക് കൊണ്ടുപോകാം. അൽ മർഉ മഅമൻ അഹബ്ബ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണെന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്ന? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും, അല്ലാതെ സിനിമ നടിമാരെയോ നടന്മാരെയോ. അപ്പൊ നമ്മള് അങ്ങനെ നമ്മുടെ മക്കളെ എന്റെ ഉമ്മമാര് വളർത്തിയെടുക്കുമ്പോ ആ കുഞ്ഞുമോന്റെ മനസ്സിലെ ബക്കറ എന്ന പശു കൊണ്ട് തുടങ്ങി യാസ് എന്ന അവസാനിക്കുന്ന മനുഷ്യനിലേക്ക് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആൻ. എത്ര മഹത്വമേറിയ വിശുദ്ധ ഖുർആൻ! ആ മഹത്വമേറിയ വിശുദ്ധ ഖുർആനിനെ ഒന്ന് വിവരിക്കുമ്പോ എന്റെ പൊന്നുമ്മ മാധവിക്കുട്ടിയെ പോലും പ്രചരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, മാധവിക്കുട്ടിയെ എന്ന് അറിയപ്പെടുന്ന ആ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കമലാസുരിയ എന്ന് പറയുന്ന ആദ്യം ഹിന്ദു മതസ്ഥരിലെ മാധവിക്കുട്ടി എന്ന് അറിയപ്പെടുന്ന ആ മാധവിക്കുട്ടി എന്ന് പറയുന്ന ആ മാധവിക്കുട്ടിയെ പോലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ് കേട്ടോ. വിശുദ്ധ ഖുർആനാണ് പ്രേരിപ്പിച്ചതെങ്കിൽ എന്റെ പൊന്നുപ്പമാരെ, പൊന്നു സഹോദരന്മാരെ, നമ്മൾ എന്താ പാരായണം ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് നമ്മൾ ആദ്യമായി കൊണ്ടുവരാ നമുക്കെന്താ സാധിക്കേണ്ടതുമ്മ? തന്റെ മോനെ വിശുദ്ധ ഖുർആൻ എടുത്തെന്ന് മഗ്‌രിബിശാഇന്റെ ഇടയിൽ ഒന്ന് ഓതിക്കാൻ എന്റെ ഉമ്മമാർക്ക് സാധിക്കുന്നുണ്ടോ? തന്റെ മോനെ ഒന്ന് വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി പഠിപ്പിക്കാം, മദ്രസയിലേക്ക് അയക്കാം എന്റെ പൊന്നുമ്മമാരെ, നമുക്ക് സാധിക്കുന്നുണ്ടോ? തന്റെ മോനെ ഒരു ആലിമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മാതാപിതാക്കളായി ഇവിടെ ഉള്ളത്, തന്റെ മോനെ കൊണ്ട് നാം മത്സരയില് എനിക്ക് പടച്ച തമ്പുരാനെ അല്ലാഹുവേ, മത്സരയിലെ അല്ലാഹുവേ, ആ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഏത് മോനെയാ എനിക്ക് ലഭിക്കുന്നത്? അപ്പൊ നമ്മളെ ആ മക്കളെയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ഹബീബിനെ കുറിച്ചും പിന്നെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചും നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവോ? വിജയം പടച്ചു തമ്പുരാൻ തരികയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിജയം വേണ്ടേ? വിജയം വേണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ ആദ്യം നമ്മൾ അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ഹബീബിനെ കുറിച്ചും മനസ്സിലാക്കി നമുക്ക് എന്തുണ്ടാവും? വിജയം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പടച്ചു തമ്പുരാൻ വിജയം തരുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോ തന്റെ മോനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്, എങ്ങനെയാണ് ആ കുഞ്ഞുമോന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക്, ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ നടന്നു പോയ, ചെറുപ്പത്തിൽ തന്നെ കളവ് പറഞ്ഞ് ശീലിച്ച തന്റെ മോനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂല കേട്ടോ. തന്റെ മോനെ എങ്ങനെയാണോ വളർത്തിയെടുക്കുന്നത് അതുപോലെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ ചെറുപ്പത്തിൽ തന്നെ അൽ-അമീനായി വളർന്നില്ലേ? മക്കയിലെ അൽ-അമീൻ എന്ന പേര് വിളിച്ചിട്ടാ എവിടെയും വിശ്വസ്തതയാ. അല്ലാഹുവിന്റെ ഹബീബിന് വിശ്വസ്തതയായിരുന്നു, കളവ് പറയാതെ. അവിടെ എന്ന് മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കാര്യം ഏൽപ്പിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്വസ്തത, അതാണ് നമുക്ക് എപ്പോഴും നമുക്ക് വിജയം. ഇതാണ് നമ്മുടെ വിജയം. പടച്ച തമ്പുരാൻ നമുക്ക് വിജയം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവർക്കും അല്ലാഹുവിന്റെ ഹബീബിനെ അൽ അമീനായി കൊണ്ട് കളവ് അറിയിപ്പിക്കാതെ തന്റെ മക്കളെ വളർത്തിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
ഉഷാറായി അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോ എനിക്കുമല്ല പടച്ചോനുമില്ല ആർക്കുമല്ല ഒന്നും വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ദുആ ചെയ്താൽ പോരാ. ദുആക്കൊക്കെ നമ്മളെ എന്ത് ആമീൻ പറയും നല്ല ഉഷാറില്ല. ആമീൻ ഇത് നല്ല രസമുണ്ട്. ഇത്രക്ക് 1000 ആള് കൂടിയ സ്ഥലത്ത് ആമീൻ ആമീൻ അർത്ഥമുണ്ടോ? അർത്ഥമുണ്ടോ? പിന്നെന്താ? എനക്കുമല്ല ആർക്കുമല്ല. വെറുതെ ഇവിടുന്ന് ആരെങ്കിലും ഒരാൾ ആമീന്ന് തുടങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ളവർ ആമീന്ന് പറയൂ. നമ്മളെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആമീൻ എല്ലാവരും. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മൾ എവിടെ ഏത് സദസ്സിലിരിക്കുമ്പോ ദുആ ചെയ്യുമ്പോ ആമീൻ പറയണം. കാരണം നമ്മൾ ഈ ഇൽമിന്റെ വേദിയിൽ വരുമ്പോ മെയിനായിട്ട് ദുആ ആണ് നമ്മളെ ആദ്യത്തെ പ്രതീക്ഷ. ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ദുആ ചെയ്യാതെ ആരും ഈ വേദിയിൽ നിന്ന് പോകരുത്. ഇപ്പൊ നിൽക്കുന്ന ആൾക്കൊക്കെ കുറച്ചും കൂടി സൗകര്യം ഒരുക്കി കൊടുക്കുക. നല്ല നമുക്ക് വിജയം ഉണ്ടാവും. നമുക്ക് വിജയം വേണ്ടേ? നമ്മൾ വെറുതെ ആർക്കുമല്ല, വെറുതെ ഇവിടെ പരിപാടി നടത്തുന്നുണ്ട്, ഒരു കുട്ടി വരുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, അത് വിചാരിച്ച് വന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ ഏത് സദസ്സുണ്ടാവും എൽമ പ്രതീക്ഷിച്ച്, അറിവ് പ്രതീക്ഷിച്ചിട്ട്, അത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പ്രതീക്ഷിച്ചിട്ട് നമ്മളെ അള്ളാഹുലേക്ക് ഈ വേദിയിലൊക്കെ വരുമ്പോ നമുക്ക് പ്രതിഫലം കൂടുകയാണ്. ഓരോ മിനിറ്റുകളും ഇൽമല്ലേ നമ്മുടെ കാതുകളിലേക്ക് കേൾക്കുന്നത്. ഈ സ്ഥാനത്ത് ഈ സമയത്ത് എന്റെ ദർസ് പഠിക്കുന്ന ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായി. വീട്ടിൽ പോയപ്പോ ആ കുട്ടിയുടെ ഉമ്മ എന്നോട് വന്ന് പറയാ, മോനെ ദർസ് തന്നെയാ നല്ലത്. വീട്ടിലാണെങ്കിൽ അവിടെ ഒച്ചപ്പാട് ബഹളം പാട്ട് കേൾക്കലാണ്. എത്ര മണിവരെ? 10-12 മണി വരെ ഫോണ് കളിയാണ്. അപ്പോ ദർസ് തന്നെ ലീവ് കൊടുക്കണ്ട. കാരണം എന്താ? ഉമ്മാക്ക് ആ കുഞ്ഞുമോനെ വേണ്ട. പ്രതിഫലം ആ മോനിക്കും ഉമ്മാക്കും കിട്ടണ്ടിട്ട. ഇതിനാണ് ആയത്തിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തേ. അപ്പൊ നമ്മള് ഈ ഒരു ഏരിയ ഉണ്ട്, അതങ്ങ് വിട്ട് കഴിഞ്ഞാ പിന്നെ അവിടെ ഒന്നുമില്ല, നമുക്ക് പ്രതിഫലം ഇല്ല. എന്നാലും കേൾക്കുന്നതിന്റെ പ്രതിഫലം. പക്ഷേ ഭൂമിയിലെ 2ാമത്തെ സ്വർഗമിതാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഭൂമിയിലെ 2ാമത്തെ സ്വർഗമിതാ. എന്റെ പൊന്ന സഹോദരാ, ഭൂമിയിലെ 2ാമത്തെ സ്വർഗമായി അല്ലാഹു പ്രഖ്യാപിച്ച ഇതാ ഭൂമിയിലെ 2ാമത്തെ സ്വർഗമാ. ആ സ്വർഗത്തിലല്ലേ നമുക്ക് ഇരിക്കാൻ സാധിക്കേണ്ടത്? ആ സ്വർഗമല്ലേ നമുക്ക് വരിക്കേണ്ടത്? എല്ലാവരും നമ്മളെ പടച്ചോനെ പറഞ്ഞ രീതിയിലല്ലേ നമ്മൾ നടക്കേണ്ടത്. എല്ലാതെ പീഡിയുടെ കോലായിക്കലിരുന്നു കൊണ്ട് ഫോണിൽ നെക്കി കളിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ എന്റെ സുഹൃത്തേ, എന്റെ ഉപ്പ, നമുക്ക് പ്രതിഫലമില്ല കേട്ടോ, ഇല്ല കേട്ടോ. നമ്മള് പിന്നെ അവിടെ തന്നെ ആളായി. പോത്തിനോട് വേദോതിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞാല് ആ അവസ്ഥയായി. കുറച്ചാൾ അങ്ങോട്ട് പോയേക്കുമ്പോ പിന്നെയും തിരിച്ചാളിങ്ങോട്ട് വന്ന്, കുറച്ചാൾ അങ്ങോട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്ന ആള് അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇനി അങ്ങനെ അങ്ങോട്ട് പോയാലേ വേറെ സെക്ഷൻ വരും എന്നാ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചങ്ങോട്ട് പോയാൽ വേറെ സെക്ഷൻ വരും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മളെല്ലാവരും വിഷയം പറയണമെങ്കിൽ ഒരു റാഹത്ത് വേണം. കാത്തതൊന്നുമില്ല. നമ്മള് പരമാവധി നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട്, നല്ല സ്വപ്നം എന്ന് പറയുന്ന അല്ല, നമ്മള് നല്ലതാകുന്ന സ്വപ്നം നമ്മളെ മനസ്സിനുണ്ടാകും. ഒരു ആലിമായി നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ കുട്ടിയുടെ വളർന്നു വരുമ്പോഴും ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നല്ല കുട്ടിയായി വളർന്നു വരുന്ന മോനാണെങ്കിൽ ആ സുബൈ ബാങ്ക് കൊടുക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം, അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കെ
ദിക്റിനേക്കാൾ നല്ലത് നിസ്കാരമെന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ ആ കുഞ്ഞുമോളെ തന്റെ ഉമ്മ വിളിക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് പള്ളിയിലേക്ക് പോകുന്ന മോനാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ മോനാണെങ്കിൽ, ആ മോനെ പടച്ചു തമ്പുരാ സുബഹി നിസ്കരിക്കുന്ന കുഞ്ഞുമോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഹജ്ജ് നിസ്കരിച്ച ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രതിഫലം വേണ്ടേ? ആ പ്രതിഫലത്തിന് വേണ്ടിക്കൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മളെ ഈ കാണുന്ന പള്ളിയില് ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാ പോയി നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അങ്ങനെയാണെങ്കിൽ ഓരോ തന്റെ ഉമ്മമാര് തന്റെ മക്കളെ കുറിച്ചിട്ട് സുബഹി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മ തന്റെ മോനെ 2 റക്അത്ത് സുബഹി നിസ്കാരം അതിന്റെ ബാങ്ക് വിളിച്ച പള്ളിയിലേക്ക് പോണേ എന്നുള്ളൊരു ചെറിയ തന്റെ മോനിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞുമോ പോകും. അല്ലാതെ രാവിലെ 10-12 മണി വരെ ഉറക്കിയിട്ട് ആ കുഞ്ഞുമോനെ കൊണ്ടുപോയാ ഉമ്മ ആ കുട്ടി വളർന്നു വരുന്നത് വരെ മദ്യത്തിന് മധുരാശയത്തിനും അടിമയാകി പോകുമേ. തന്റെ മോനെ നല്ലയിലേക്ക് നയിച്ചാ മാത്രമേ നമ്മുടെ മത്സരയിലെ പ്രവാചകനായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റസൂലുള്ളാഹിന്റെ ശുപാർശ ലഭിക്കുന്നവർ എന്റെ ഈ ശബ്ദം ധരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. അങ്ങനെ ഒരു വിജയം നമുക്ക് വേണമെങ്കിൽ മാറിക്കോ പൊന്നുപ്പ. അങ്ങനെയുള്ളൊരു വിജയം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിലേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബിന്റെ ശുപാർശ നമുക്കൊന്ന് ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ല നിലയിലാക്കിക്കോ. എന്നാലേ നമ്മുടെ മൗശരിയിലെ പ്രവാചകനായ നബിയേ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒരു കാര്യം പറയാം. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ എന്നിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ ഓരോ സ്വലാത്തും റസൂലുള്ളാഹിന്റെ ചുവട്ടിലേക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ സ്വീകരിക്കണേ. റസൂലുള്ളാഹിനെ മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ പടച്ചതമ്പുരാൻ വരാൻ സ്വീകരിക്കൂലേ? സംശയമൊന്നുമില്ല. അത് ചിലയാൾക്ക് സംശയമുണ്ടോ? അപ്പോ പടച്ചതമ്പുരാൻ നമുക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് അടുക്കുക. ഒന്നും വേണ്ട ജീവിതത്തില്, ഇനി ഒന്നും വേണ്ട. പടച്ചതമ്പുരാനല്ലാതെ വേറെ ഒരാളാ മനസ്സിൽ വേണ്ടെന്ന് തന്റെ മോനിലേക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്കേ ഒന്നും ആയില്ല. പക്ഷെ നമ്മുടെ മക്കളെങ്കിലും നമ്മൾ നല്ലതിലേക്ക് അടുത്ത തലമുറ, ഈ വരുന്ന തലമുറ രോഗാവസാനത്തിന്റെ അടയാളത്തിലല്ലാതെ നമുക്ക് നമ്മുടെ തലമുറയെ നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കണ്ടേ? അതിനും സംശയമുണ്ടോ? മാറ്റിയെടുക്കണ്ടേ? എന്താ 2 വട്ടം ചോദിച്ചാലേ സംശയമൊക്കെ മാറുമല്ലേ? കാച്ചിന്റെ കാട്. അപ്പൊ 2 വട്ടം കാച്ചിയാലേ ഇതുണ്ടാവും, മനസ്സിലാവും. നമ്മുടെ കണ്ണൂർക്കാരെ ഭാഷ പിടിക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഇജ്ജി പൊയ്ക്കോ, ഇജ്ജിങ് വന്നോട്ടെ, അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങ് പോടാ, ഇന്ന് പോടാ. ഇവിടെ മലപ്പുറം ഉണ്ട്, കണ്ണൂരുണ്ട്, തിരുവനന്തപുരം ഉണ്ട്. അപ്പൊ അങ്ങനെ പല ഭാഷയിലാണ്. ഇപ്പോ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടില് ഓടുക എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ടുകയാണ്. ഇപ്പൊ 2 മാറ്റമുണ്ട്. ഞാൻ ഓടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഓടാ, ഏതെങ്കിലും കട്ടിലാറ്റായിരിക്കുക. അപ്പൊ എന്തുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും പൊരുത്തപ്പെട്ട് തരൂലേ? എല്ലാരും പൊരുത്തപ്പെട്ടു. ഇനി എല്ലാ ഭാഷയും
ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് വണ്ണം വെച്ച് വലുതായി അല്ലാഹുവിന്റെ തൗഫീഖ് കൂടെ നല്ല ഇൽമൊക്കെ പടച്ച തമ്പുരാൻ തന്നിട്ട് ഇനി നിങ്ങളെ മുന്നിൽ വരുമ്പോൾ മലപ്പുറത്തെ ഭാഷയൊക്കെ പഠിച്ചിട്ട് വരണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹ് ആഫിയത്തും ആരോഗ്യം ഈ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. ആമീൻ. അപ്പൊ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഈ വേദിയിൽ നിന്ന് പടച്ചു തമ്പുരാൻ ആർക്കാണോ തന്റെ വിഷമങ്ങള് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമുക്ക് വിഷയത്തിലേക്ക് അടുത്തടുത്ത് വരികയാണ്. വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇപ്പൊ എന്തായി, ഞാനിന്ന് എന്റെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി കഴിഞ്ഞ് ഇവിടെ മാഹി കുഞ്ഞിപ്പള്ളി അവിടെ എത്തിയപ്പോ ഒന്ന് ഇറങ്ങി നോക്കുമ്പോ തന്നെ കാലൊക്കെ ആകെ പണിയായിരുന്നു. ഇപ്പോ ഇവിടെ നിന്ന് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും നിന്നവരിയ്ക്കുക വേണ്ടതെന്ന് എന്റെ സംശയം. കാരണം നിന്നവരിയ്ക്കുക, ഇരുന്നവരൊന്ന് എഴുന്നേൽക്കുക, അപ്പൊ റാഹത്തായിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങനെ വരുമ്പോ തന്നെ കാലൊക്കെ ഒന്ന് എല്ലാതെയായി. ഇപ്പോ അരമണിക്കൂറെ ഇരുന്നില്ലെങ്കിലും ശരി മടി പോലെ ഉണ്ടാവും. അതാണ് ആയിരിക്കും, വിഷമമൊന്നുമില്ലല്ലോ. എല്ലാരോടും പൊരുത്തം ചോദിക്കണം. കാരണം നിങ്ങളെക്കാൾ ചെറിയൊരു കുട്ടിയാണ്, ഇത്രയും ചെറുതാ. നിങ്ങളൊക്കെ എന്റെ എത്രയോ മുതിർന്നവരാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പോയും പൊരുത്തം ചോദിക്കണം. കാരണം അദബുകേട് വല്ലതും സംഭവിച്ചു പോയാ അതെന്റെ ജീവിതത്തില് ഒന്നും വേണ്ട, ഈ ഒരു പ്രശ്നം എന്തെങ്കിലും അദബുകേട് വന്നു പോയാ അതെന്റെ പൊരുത്തക്കേടായി മാറുമോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ടാണ് എല്ലാരോടും ഞാൻ പൊരുത്തം ചോദിക്കുക. എല്ലാരും പൊരുത്തപ്പെടൂലേ? അത് പിന്നെ നമ്മുടെ കാച്ചിനെ എന്തൊരു കാടാണ്. പിന്നെ കൂത്തുപറമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടല്ലോ. തിരുവനന്തപുരം പോയിട്ട് എന്റെ ഉസ്താദ് മുബാറക് ബാക്കി ഉസ്താദ് നമ്മളെ എറണാകുളം പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം ചോദിച്ചു ഞാൻ എവിടെ പഠിക്കുന്ന അതിശയപ്പെട്ടു. കൂത്തുപറമ്പിനെ കുറിച്ച് ആരോടും പരിചയപ്പെടുത്തണ്ട, ഒരു കാര്യവുമില്ല. എവിടെ പോയി ചോദിച്ചാലും കൂത്തുപറമ്പ് പറഞ്ഞാ മതി. ബാക്കി എങ്ങനെ എവിടെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കൂത്തുപറമ്പ് അറിയാത്ത ഒരാളുണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും ഫേമസ് ആയ ഈ കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ചോദിച്ചാൽ തന്നെ അത്രയും ഫേമസ് ആയ ഒരു നാടുണ്ട് നമ്മുടെ കൂത്തുപറമ്പ്, കണ്ണൂർ ജില്ല. ഇന്ന് തന്നെ എന്തുണ്ടായി, ബോംബെറിഞ്ഞ ഒരാളെ ഇന്ന് തന്നെ ഇപ്പോ അങ്ങനെ ഉണ്ടായ നമ്മളെ കൂത്തുപറമ്പിനെ കുറിച്ച് ദിവസവും അടിയും പിടിയും കച്ചറ ഉണ്ടായ നമ്മളെ കൂത്തുപറമ്പിനെ കുറിച്ച് ആരോടും പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഉറപ്പായി. കാരണം കൂത്തുപറമ്പ് അത്രയും ഫേമസ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ നമ്മുടെ ഈ വിഷയം കേട്ട് ഇനിയും കുറച്ച് വിഷയങ്ങളുണ്ട് പറയാൻ. ഈ വിഷയമൊക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യണ്ടേ? അത് ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കണ്ടേ? സംശയമുണ്ടോ? പ്രവർത്തിക്കണ്ടേ? കാരണോ ചില മനുഷ്യന്മാർക്കൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരാടെ ഇങ്ങനെ അടങ്ങി. കാരണം എന്താ, ഇവർക്കറിയാം ഞാനൊന്നും എന്തായാലും നന്നാവൂല. കാരണം ഉള്ള തെറ്റും ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും 100 കൊന്നിട്ടൊന്നുമില്ലല്ലോ, അത്ര വലിയ തെറ്റും ചെയ്തില്ലല്ലോ. 100 കൊന്നാകെ പടച്ച തമ്പുരാൻ പുറത്തു കൊടുത്തു. തൗബ ചെയ്യുന്നവൻ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മളും തൗബ ചെയ്താൽ പടച്ചോൻ സ്വീകരിക്കൂലേ? ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് എത്ര പറഞ്ഞാലും ഞാൻ നന്നാവൂല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? ശരിയാവോ? ഇല്ലല്ലോ, ശരിയാവില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ ആദ്യം വിചാരിക്കണം, അല്ലാഹുവേ ഞാൻ നന്നാവും, ഇനിയെങ്കിലും എനിക്ക് നന്നാകണം എന്നുള്ള ബോധം ആദ്യം ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് എന്തുണ്ടാവും? നാളെ മശ്ശറയിലെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അങ്ങനെയുള്ളവർക്ക് റസൂലുള്ളാഹിന്റെ ശുപാർശ ലഭിക്കും. അപ്പൊ ഞാൻ അധികം നീട്ടിപ്പരത്തുന്നില്ല.
അപ്പോ ആ വളർന്നു വരുന്നതിന്റെ പ്രായപൂർത്തിയായ കഴിഞ്ഞ് നല്ല കുട്ടിയാണെങ്കിൽ അവന് അള്ളാഹുവിനെ കുറിച്ച് ഇബാദത്ത് ചെയ്യാൻ തയ്യാറാവുകയാണ്, ഇബാദത്ത് ചെയ്യാൻ തയ്യാറാവുകയാണ്. വളർന്നു വലുതാകുന്നത് പോലെ വിവരവും ബുദ്ധിയും വർദ്ധിക്കുന്നത് പോലെ ആ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചതുപോലെ ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് വലുതായി വരുമ്പോയ ഇബാദത്തിനെ കുറിച്ചോ ആ മറ്റുള്ളവയെ കുറിച്ചും മനസ്സിലാക്കുക. പിന്നെയാണെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ എന്റെ പൊന്നമ്മമാരെ, തന്റെ മോനെ ഏത് രീതിയിലാണോ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ, സിനിമാ താരങ്ങളെ സ്നേഹിച്ചിട്ടാണോ ആ മറ്റു താരങ്ങളെ സ്നേഹിച്ചിട്ടാണോ നമ്മളെ വളർത്തിയതെങ്കിൽ നേരെ തിരിച്ചടി വരികയാ. ആ കുഞ്ഞമ്മോൻ വളർന്നു വരുന്നത് കൊണ്ട് കള്ളത്തരോ മറ്റ് പൈശാചികമായ ശല്യത്തിലോ തന്റെ മാതാപിതാക്കളെ വിഷമപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ കുട്ടി വളർന്നു വരികയാ. മദ്യത്തിലോ മദ്രാശിയിലും മറിഞ്ഞു പോകുന്ന തന്റെ മോനെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ പൊന്നമ്മമാരെ? നമ്മളെ മക്കളെ നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണ്ടേ? സിഗരറ്റിന്റെ അടിമയായി പോവുകയാ. സിഗരറ്റിന് വേണ്ടിക്കൊണ്ട് തന്റെ മോന്റെ ആ നാട്ടിലുള്ള ചെച്ചത്തരത്തിലേക്ക് നടന്നു പോകുമ്പോ ഇന്ന് ഞാൻ ഇതിലേക്കൂടി വരുമ്പോ അവിടെ നിന്നുകൊണ്ട് മുസ്ലിം കുട്ടികളാ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ നിന്നുകൊണ്ട് ഓരോ സ്റ്റോപ്പിലോ ഓരോ നിരന്നിരുന്നു കൊണ്ട് ഫോണിൽ കളിയാ. ആരായാലും ഞാൻ പറയുകയാ, നിങ്ങൾക്ക് തെറ്റിയേ, നിങ്ങൾക്ക് തെറ്റിയേ. അള്ളാഹുവിനെ മറന്നിട്ടല്ലേ, അവന്റെ റസൂലിനെ നമ്മളെ പറഞ്ഞത് കേൾക്കാതെയല്ലേ നമ്മളാ പീഡികയുടെ മുന്നിലൊക്കെ ഇടുന്നുകൊണ്ട് എന്തിന്റെ ആവശ്യ, ഇതിന്റെ ആവശ്യം, അതന്നെ നിങ്ങൾക്കറിയില്ല. ആരായാലും ഞാൻ പറയാ, നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക, മുതിർന്ന കാരണവന്മാർ ഉപദേശിച്ചു കൊടുക്കുക. കാണുമ്പോ പിന്നെ അവരെ പിടിച്ച് തല്ലുവെന്നുണ്ട് എനിക്ക് പേടിയുണ്ട്. നിങ്ങളെന്നെ ഉപദേശിക്കാന്ന് വരണ്ട, നിങ്ങളാരും ചോദിക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നു പോകും, ഞാൻ എവിടെ ഇരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കണം. ഇനി അങ്ങനെയൊന്നും നിങ്ങൾ അദബ് കേടൊന്നും ഒന്നും വേണ്ട. ഇനി ഇങ്ങനെ തെറ്റ് നമ്മളെ തിരുത്തണ്ടേ, എന്നാലേ നമുക്ക് എന്തുണ്ടാവും, വിജയം ഉണ്ടാവും. അല്ലാഹു നമുക്ക് വിജയം തരുമാറാകട്ടെ. അപ്പൊ വളർന്നു വരുന്നേത് തന്നെ കുരുത്തത്തിലും ആ കുഞ്ഞുമോ വളർന്നു വന്ന പിന്നെ വലിയവരായാൽ പിന്നെ മരണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മരണം മനുഷ്യന്റെയും ലോകത്തിന്റെയും എന്ന മരണം മനുഷ്യന്റെയും ലോകത്തിന്റെയും എന്ന അപ്പൊ ആ മരണം മനുഷ്യന്റെയും ലോകത്തിന്റെയും ഉണ്ടെങ്കിൽ നമ്മൾ മരിക്കും, ഈ കാണുന്ന സർവ്വതും നശിക്കും. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ മയങ്ങൾ ഇങ്ങനെ നിൽക്കുക, ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. അള്ളാഹുവിന്റെ ഓർഡറും ഒരൊറ്റ ഊതല കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഒരൊറ്റ ഊതൽ എന്താവും, നമ്മളൊക്കെ പറവകളെ പോലെ പാറി ഇനി പറക്കാൻ കിട്ടിയ അവസരമില്ലേ എന്ന് വെച്ച് പറക്കേണ്ട സ്ഥലമൊന്നുമല്ല, മലകൾ പോലും പാറി പറന്നുകൊണ്ട് ഈ കാണുന്ന നക്ഷത്രങ്ങളില്ലേ, തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളില്ലേ, ചന്ദ്രനില്ലേ, സൂര്യനില്ലേ, എല്ലാം ഈ ഭൂമിയിലേക്ക് വീഴുകയാണ്. ഞാൻ നമ്മുടെ മരണത്തെ കുറിച്ച് പറയട്ടെ. മരണത്തെ കുറിച്ച് പറയുമ്പോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സദഖല്ലാഹുൽ അലിയുൽ അളീം. അപ്പോ ഏതൊരു മനുഷ്യനും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ ഈ ലോകം കണ്ടുപിടിച്ച ശാസ്ത്രം പോലും വിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാ പലതും കണ്ടുപിടിച്ചത്. ഇന്ന് ഉലുക്ക വീണാലോ അലക്ക വീണാലോ പത്തായം വീണാലും നമ്മുടെ മനസ്സിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, എന്നാ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകൂ.
മനുഷ്യനെ മരിക്കുമ്പോ അള്ളാഹുവിന്റെ കലിമ ചൊല്ലി മരിക്കുന്നവര്, ഈമാനോടെ മരിക്കുന്നവര് അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ വേദനയെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെ വേദന എങ്ങനെയായിരുന്നെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മരണസമയത്ത് ആ പൊന്നാര മോളായ ഫാത്തിമ ബീവിയില്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നാര മോളായ ഫാത്തിമ ബീവി തന്റെ വാപ്പാനെ നോക്കിയിട്ട് പറയുകയാ, ആ വഫാത്തിന്റെ സമയത്ത് വകർബതയാലി അബീ വകർബത ലി അബീ, എന്റെ ഉപ്പാന്റെ വേദനയെ, എന്റെ ഉപ്പാന്റെ എന്തൊരു വേദനയോ, എന്റെ ഉപ്പാന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂലുള്ളാഹി പറയുകയാ, ഇതിന് ശേഷം എനിക്കൊരു വേദനയില്ല, ഇതിന് ശേഷം എനിക്കൊരു വിഷമമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ വേദന പിടിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, അസ്റായീലേ മരണത്തിന് ഇത്രയും വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണേ, എന്റെ മലപ്പുറത്തെ എന്റെ ഉമ്മമാരെ ശ്രദ്ധിക്കണേ. എന്താണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? വെണ്ണയിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ നൂലെടുക്കുന്നത് അതുപോലെയാണ് നബി തങ്ങളെ ഇങ്ങനെ ആരോ അടുത്തതെന്ന് പറയുമ്പോ തെറ്റുകൾ വാരിക്കൂട്ടിക്കൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ കൊണ്ട് കൂടാരമാക്കിക്കൊണ്ട് തെറ്റുകൊണ്ട് കൊട്ടാരം പണിത ഉമ്മ, നമ്മളെ വളർച്ച നമ്മളാണ് മറന്നല്ലേ, അള്ളാഹുവിനെ മറന്നില്ല ഉപ്പ. ഇനിങ്ങനെ ആർക്കും അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് അങ്ങനെ ആയിരം പിടിക്കുക. ചിന്തിക്കണേ, മനസ്സിലാക്കണേ, ഗൗരവമായ കാര്യമാ. നമ്മുടെ അങ്ങനെ ആയിരിക്കും രോഗം പിടിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ എങ്ങനെ പിടിക്കുന്നത്? സുരലാഖ് പോലും വേദനിച്ചെങ്കിൽ തായ്ഫ് യാത്രക്കാര് കല്ലെറിഞ്ഞുകൊണ്ട് വീത്തിട്ടും അള്ളാഹുവിന്റെ ഹബീബ് ക്ഷമിച്ച് വേദന പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ട് അതും ക്ഷമിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, മരണത്തിന് ഇത്രയും വേദനയുണ്ട്, നമ്മളെന്താ മരണത്തെ ഗൗരവമായി എടുക്കണ്ടേ? ഇന്നു ഞാൻ നാളെ നീ എന്നാ, ഇന്നു ഞാൻ നാളെ നീ എന്നല്ലേ അർത്ഥം? ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളാ. ആരാണെന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയാവൂ. അപ്പോ ഈ തർബിയത്തുൽ ഇസ്ലാം അംഗം എന്നോടൊന്ന് പറഞ്ഞു, ഈ നമ്മുടെ ഈ വേദി ഒരുക്കി തന്ന ഈ സഹോദരൻ മരണപ്പെട്ടു പോയി, പടച്ചതമ്പുരാൻ സ്വീകരിക്കുക. അല്ലാഹു നമ്മെ ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? ആ സഹോദരന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. ഇരിക്കാൻ സൗകര്യമാക്കി തന്ന്, അങ്ങോട്ട് നോക്കുമ്പോൾ ആരും ഇരുന്ന് കാണുന്നില്ല, അതുകൊണ്ട് ഇരിക്കാൻ സൗകര്യമാക്കി തന്ന ആ സഹോദരൻ ഇന്ന് ഖബറിലാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ഇൽമു കേൾക്കാൻ സൗകര്യം തന്ന ആ സഹോദരൻ ഇന്ന് ഖബറിലാണെങ്കിൽ ഇന്ന് ഇൽമു കേട്ട് നമ്മളൊക്കെ ഇനി നാളെ എവിടെ ആയിരിക്കുമെന്ന് ആർക്കാ പറയാൻ കഴിയും? ആർക്കാ വാറണ്ടി നിൽക്കാൻ കഴിയാ? ആർക്കാ ഗ്യാരണ്ടി നിൽക്കാൻ കഴിയാ? ആർക്കാ പറയാ? നാളെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കുമെന്ന് ആർക്കാ പറയാൻ കഴിയാ? ആർക്കും പറയാൻ കഴിയോ? ഇതിന് സംശയമുണ്ടോ? രണ്ടോട്ടം ചോദിക്കണം. നമ്മുടെ കാച്ചിനെക്കാട് ഇപ്പൊ അവരോട് രണ്ടോട്ടം ചോദിച്ചാലേ മറുപടി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? സംശയം ഉണ്ടോ? രാവിലെ എല്ലാരും ഉണ്ടാവോ? അതന്നെ അറിയില്ല. കാരണം എന്താ, കുറെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്, നമ്മളും പോവാനുണ്ട്. ഇപ്പൊ എല്ലാവർക്കും സംശയം, ഞാൻ നാളെ രാവിലെ ഉണ്ടാവുമല്ലോ, ഞാൻ നാളെ ഓഫീസിലെല്ലാം പറഞ്ഞു, ഞാൻ നാളെ വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ സംശയം? ആരും അഹങ്കരിച്ചു പോകല്ലേ. നമുക്കിതല്ലേ നമുക്ക് വിജയം. അവിടെയാണ് ഒക്കെ തകരുക. കൂടെ അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ പെട്ടെന്നൊരു സസ്പെൻഷൻ ആയിക്കൊണ്ട് ആ മശ്റയിലെ അവിടെ നിൽക്കട്ടെ.
എനിക്ക് ബാക്കി പറഞ്ഞു തന്നാലേ നിങ്ങൾ കൊതിച്ചിരിക്കുന്നത് അവസാനം കേട്ടാലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഉറക്കത്തായിരിക്കും. കുറച്ചങ്ങോട്ട് എത്തിയാൽ ആ മൈസൂരിലെ പ്രവാചകൻ, അല്ലെങ്കിൽ ആ മൈസൂരിലെ പ്രവാചകൻ ആദ്യം തുടങ്ങി പിന്നെ അതിന്റെ അടുക്കൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയം എന്താ അതുപറയില്ലേ? ഇത് രണ്ടോട്ടം ചോദിക്കണം, പിന്നെ ഉത്തരം പറയും. പിന്നെ മുതലേ നിങ്ങളെയൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുപോകാലോ, ഏത് ഉത്തരം ഒന്ന് ചോദിച്ച് രണ്ടാമത്തിന് ഉത്തരം പറയും. അപ്പൊ ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെ ഖബറിലേക്കാണ് നമ്മൾ നാളെ പോകേണ്ടത്. ആ കട്ടിലിലേക്ക് പോകേണ്ടേ, ആ മരണക്കട്ടിലേക്ക് നമ്മളെ പോകേണ്ടേ. വിശാലമായി കടന്നുറങ്ങിയ നമ്മുടെ അറയിൽ, നമ്മളെ AC റൂമില് കടന്നുറങ്ങിയപ്പോ ഒരു നിമിഷം പടച്ചു തമ്പുരാനെ നമ്മൾ ഓർത്തില്ലല്ലോ, അള്ളാഹുവിനെ ഓർത്തില്ലല്ലോ. നമുക്ക് നാളെ ഖബറിലെ മണ്ണരയാകുന്ന ഖബറിലെ, ആരുമില്ലാത്ത ഖബറിലെ, ആരുമില്ലാത്ത സ്വന്തം ബന്ധക്കാരില്ലാത്ത ഖബറിലെ, താൻ സ്നേഹിക്കുന്ന, താൻ പ്രണയിച്ചു നടന്ന തന്റെ പ്രണയസഖിയില്ലാത്ത ഖബറിലെ, താൻ സമ്പാദിച്ച സമ്പാദ്യമില്ലാത്ത ഖബറിലെ, താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളും അവനെ സഹായിക്കാൻ വരുന്നത് ചില നന്മകളും മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് നന്മ വേണമെങ്കിൽ സദഖ ചെയ്തോ ഉപ്പാ, മടിക്കണ്ട. അപ്പോ ആ മനുഷ്യനെ മരണപ്പെട്ടങ്ങ് കഴിഞ്ഞ ഖബറിന്റെ ഉള്ളകത്തിലേക്ക് ഒരു മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണല്ലയോ മനുഷ്യ, നീ ചെയ്ത തെറ്റുകളൊന്നും നീ എഴുതണേ. അപ്പം ചോദിക്കുക, ഇതാണിവിടെ കടലാസ്. അപ്പൊ നീ നിന്റെ വെള്ളത്തുണി എന്തിനാ? പിന്നെ ചോദിക്കും, പേന എന്തിനാണ്? പേന എവിടെത്തോ? അപ്പൊ നിന്റെ ഈ ചൂണ്ടുവിരൽ എന്തിനാ? പിന്നെ മഷി എന്താ എവിടെയാണെന്ന് ചോദിക്കും, നിന്റെ ഉമിനീരെന്തിനാ? അങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്റെ വെള്ളത്തുണികളെ എഴുതി വെക്കുകയാ. മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളും ഒക്കെ അതിൽ എഴുതി വെക്കുമ്പോ എന്തായിരിക്കും എന്റെ സഹോദര നമ്മുടെ അവസ്ഥ? അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഖബറിലെ, അത്രയും അധികം ഭയാനകരമായ ഖബറിലെ നമ്മൾ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, പടച്ചതമ്പുരാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ആ മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞ് അങ്ങ് ചുരുക്കുക. അതിനു മുമ്പ് പല വിഷയങ്ങളുണ്ട്, ഇടക്കൊക്കെ കുടുങ്ങിപ്പോയി ഞാനങ്ങ് തുള്ളിയത്. അങ്ങനെ ഓരോ മനുഷ്യനെ അടിഞ്ഞങ്ങ് വീഴുമ്പോ ഈ ലോകത്തിനൊരു അവസാനം, ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ലോകത്തിന്റെ അവസാനത്തിലെ ചിലതുകളാണ്. ഒന്ന്, ഉമ്മയെ ഉപദ്രവിക്കുക. ചിലത് പറയുക ഉമ്മയെ ഉപദ്രവിക്കുന്നതാ. ഒന്നുമ്മയെ ഉപദ്രവിക്കുന്നത് തന്റെ മാതാവിനെ തല്ലുക, തന്റെ മാതാവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്റെ 5.5 കണ്ടിയിലെ തന്റെ ഉമ്മാനെ കുത്തിക്കുന്ന മോനെ മാനസികമായിക്കൊണ്ട് 5.5 കണ്ടിയിൽ നിന്ന് കുത്തിക്കുന്നു മാനസികമാമോനെ. അങ്ങനെ വരുന്ന പലയിടങ്ങളിൽ നിന്ന് പേപ്പറിൽ നിന്ന് എടുത്തു നോക്കിയ ഫസ്റ്റ് പേജില് ഉമ്മയെ കൊന്ന മോന, ഉപ്പയെ കൊന്ന മോന, കുടുംബ കലഹങ്ങളാ, കുത്തിക്കുന്നതും വെട്ടിക്കുന്നതും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ. അങ്ങനെ ഈ ലോകം തന്നെ അവസാനിക്കുമ്പോ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഉപ്പമാരെ അകറ്റല, ഉപ്പമാരെ പറഞ്ഞതേ കേൾക്കൂല. പണ്ടൊക്കെ ഉപ്പാനോട് ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ അവിടെ തീട്ടോ മൂത്രോ അപ്പരം. ഇപ്പൊ എന്താ ഉപ്പാനോട് പറയാ? ഉപ്പാനോട് തന്നെ പറയണോ? 2 വർത്താനം പറയാൻ എന്ന് നേരെ തിരിച്ചാ പറയാ. ഉപ്പാനോട് പറഞ്ഞാലോ ഉമ്മാനോട് പറഞ്ഞാലോ ഏത് തലയിലുള്ള ഏത് കൊമ്പനോട് പറഞ്ഞാലും നിൽക്കുക. പക്ഷേ ഈ 3-ാമത്തെ കാര്യം വല്ലാത്തതാ. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ കൂട്ടുകാർക്ക് വലിയ സ്ഥാനം നൽകണം. ഞാൻ കൂട്ടുകാരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയിപ്പോ ഒരു ഉസ്താദ് വന്നിട്ട് എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞ് ആ കുട്ടി എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറയാണ്. ഉപ്പാനെ കുറിച്ചോ ഉമ്മാനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വിഷമുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാർ
അവരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂലേ? അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോ മാതാപിതാക്കൾ കഴിഞ്ഞിട്ട് ഒക്കെ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നൊരു സഹാബി ചോദിക്കുകയാണ്, ഞാൻ ആദ്യമായി ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയാ സ്നേഹിക്കേണ്ടത്? ഉമ്മയാ? പിന്നെ രണ്ടാമതും ആരെയാ? നിന്റെ ഉമ്മയാ? മൂന്നാമതും ആരെയാ? ഉമ്മയാ? എന്റെ ഉമ്മമാർക്കൊക്കെ സന്തോഷമായി. കുറച്ചോനെ നാളെ എങ്കിലും വന്നുകൊണ്ട് എന്റെ മോന് ഉമ്മ എന്നുള്ളൊരു വിളി വിളിക്കാൻ വേണ്ടി ഇതാ ഉമ്മമാരൊക്കെ ആകെ ചിരിച്ചിരിക്കുക. അല്ലാഹുവേ, നാളെയെങ്കിലും എന്റെ കുഞ്ഞുമ്മ വന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടൊരു സലാമ് പഠിച്ചു തമ്പുരാന് പറയാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഉമ്മാരൊക്കെ പറയാ പരാതിയായിരിക്കും. കാരണം ഇന്ന് പൊടി തള്ളേ ഉപ്പാന്റെ വാക്കേട്ട് ഞാൻ സ്കൂളിൽ ആദ്യം ചേർന്നപ്പോ എന്റെ പേരെന്താന്ന് വെച്ചു. എന്നോട് ഇങ്ങനെ നോക്കുക, എന്നോട് ചോദിച്ചാൽ എൻ്റെ പേര് എന്നോട് ചോദിച്ചാൽ തിരിയാ. മലപ്പുറം കണ്ണൂരുള്ള പ്രശ്നമാണ്. എൻ്റെ പേരെന്താന്നാ ചോദിച്ചേ. എൻ്റെ പേര് നമ്മളവിടെ എൻ്റെ പേരെന്ന് വെച്ചാൽ എൻ്റെ പേരാ. എങ്ങനെയാ അപ്പൊ തിരിയാന്ന് പറയുന്നത്? ഡൗട്ടായിരിക്കുക. അപ്പോ അതുകൊണ്ട് ആവശ്യം അങ്ങനെ തള്ളിക്കളെ. എന്റെ പേരും നിന്റെ പേരും എന്നുള്ള മാറ്റം ഉണ്ടാവും. അതാണ് മലപ്പുറം. എന്റെ പേരെന്താ? എന്റെ പേര് എന്നോട് ചോദിച്ചാൽ ഞാൻ നിർത്തല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഈ ഭൂമിക്ക് അവസാനമായിക്കൊണ്ട് നാലാമത്തെ അടയാളം എന്തെന്നറിയുമോ? പള്ളിയിൽ വെച്ചുകൊണ്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, പള്ളിയിൽ നിന്ന് അനാവശ്യമായി സംസാരിക്കുക, അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലേ വേണ്ട കേട്ടോ. ഇന്ന് പള്ളിയിലൊക്കെ പോയിരുന്ന സെൽഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഇങ്ങനെ നെക്കി ഇങ്ങനെ കറക്കിയിട്ടായിരുന്നു, പിന്നെ നെക്കിയിട്ടായിരുന്നു, ഇനിയിപ്പോ ഇങ്ങനെ ആക്കിയിട്ടായിരുന്നു, ഇനി നക്കിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഓൾഡ് ഫാഷൻ, ന്യൂ ഫാഷൻ, ബാക്കോട്ടൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാല് ഇന്ന് നമ്മളൊക്കെ വരുമ്പോ തന്നെ 5-10 ആക്സിഡന്റ് കോഴിക്കോട് റൂട്ടിലൊക്കെ വന്ന് നോക്കിയാൽ മെയിനായിട്ട് കാണാൻ പറ്റുക. ആർക്കെങ്കിലും ആക്സിഡന്റ് കാണാമെന്ന് വിചാരിച്ചാൽ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ കോഴിക്കോട് മലപ്പുറം ഭാഗം ഒന്ന് നോക്കിയാൽ മതി, ദിവസം കാണും. എന്ത് കാണാൻ നമുക്ക് വിചാരിച്ച കാരണം പടച്ചു തമ്പരാൻ കാലത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ കണ്ടത് 3 ബൈക്ക് അപകടങ്ങൾ. ചീർപ്പായാലല്ലേ, എന്തിനാ ആരിക്കാ തിരക്ക്? ഒരു കുസൃതി ചോദ്യം ചോദിച്ചോലെ, ഏറ്റവും കൂടുതൽ അർജന്റുള്ള ടീം ഏതാണെന്ന് ചോദിച്ചോലെ അർജന്റീന എന്ന് പറഞ്ഞോലെ, അതുപോലെ ഏറ്റവും കൂടുതൽ അർജന്റുള്ള നമ്മളെ ചെറുപ്പക്കാർക്ക് രണ്ടും അർജന്റീന ടീം. കുസൃതി ചോദ്യത്തിൽ വായിച്ചു നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അർജന്റുള്ള ടീം ഏത്? അർജന്റീന അറിയില്ലേ? ഇവിടെ ലോകകപ്പ്, വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോ ആകെ ഒച്ചപ്പാടും ബഹളോ, രാത്രി ഉറങ്ങാതെ 2-3 മണിക്ക് വരെ പടച്ചോനെ കളി തുടങ്ങി. അർജന്റീന, ബ്രസീൽ എന്തൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം കപ്പുണ്ടോയി ആരാ? അവിടെ നിന്നൊക്കെ ആരല്ലോ പറയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, ഇപ്രാവശ്യം റമദാൻ മാസത്തിൽ ആരൊക്കെ 30 നോമ്പ് നോറ്റിന്ന് വെച്ചാൽ ആകൊന്നും നമ്മൾ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് അതൊന്നും ബാധ്യതയല്ല. നമ്മൾ അർജന്റീനന്റെ ഇതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഉറങ്ങാതെ നമ്മൾ അതൊക്കെ ചെയ്യും. പക്ഷേ നോമ്പൊന്നും നമുക്ക് പടച്ചോൻ ഫർളാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളതൊന്നും നമ്മുടെ കാര്യത്തിൽ നോക്കൂല. നമ്മളൊക്കെ പിന്നെ നന്നാവാണ്ടായിപ്പോയി. അങ്ങനെ ഒരു ചിന്തയൊന്നും വരാൻ പാടില്ല. കണ്ടില്ലേ, ഞാൻ ചെറിയൊരു വിഷയം പറയാൻ വിചാരിച്ചതാ. നോക്കുമ്പോ ഇത് 15 പോയി, 10:30 സംഘാടകരോട് പറഞ്ഞ ടൈമായി. എന്താ ചെയ്യാ? ഞങ്ങൾ അശ്രീയിലേക്കും കിടക്കട്ടെ. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇവിടെ ആള് കൂടി. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്? 5-മത്തത് പാട്ടുപാടുന്ന പെൺകുട്ടികളാണ് അധികരിച്ചു വരുന്നത്. പാട്ടുപാടുന്ന റിയാലിറ്റി ഷോകളെ പാട്ടുപാടാനയക്കുന്ന പൊന്നമ്മമാരെ, നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങളെ മക്കളെ നിങ്ങൾ എന്തിലേക്കാണ് അയക്കുന്നത് എന്തെന്നറിയുമോ? നിങ്ങളെ മക്കളെ നിങ്ങൾ എന്തിലേക്കാണ്? ലോകാവസാനത്തിന്റെ അടിയാളങ്ങളിലേക്കാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ അയക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
ഓരോ മനുഷ്യനായി മശ്റയിലേക്ക് കടന്നു ചെല്ലുമ്പോ, മനുഷ്യനങ്ങ് മശ്റയിലേക്ക് കടന്നു ചെല്ലുമ്പോ നഗ്നപാതരായിക്കൊണ്ട മശ്റയിലേക്ക് കടന്നു ചെല്ലുന്നത് ചില കർമ്മം ചെയ്യാത്തരായിക്കൊണ്ട, ഒരു വസ്ത്രമില്ലാതെ ഒരു ചാണകല സൂര്യൻ കത്തി ജ്വലിക്കുന്ന താഴെ ചെമ്മിന്റെ പാത്രത്തിന്റെ ഇടയിൽ കാലിങ്ങനെ തിളച്ചിങ്ങനെ പതച്ചു മറിയുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. നല്ല മാർബിലും ടൈൽസിലൊക്കെ കാല് വെച്ച് നടന്നപ്പോ ചിന്തിച്ചില്ലല്ലോ എന്റെ മലപ്പുറത്തെ സഹോദരന്മാരെ, എനിക്കോ ആ മശ്റയിലേക്ക് അങ്ങ് ചെന്ന ആ പാത്രത്തിന്റെ അടിയിൽ, ചെമ്പ് പാത്രത്തിന്റെ അടിയിൽ കത്തിക്കരിഞ്ഞുകൊണ്ട് തലച്ചോറ് മുഴുവനും പതച്ചുകൊണ്ട് പൊന്തി മറിയുന്ന ആ മശ്റയിലേക്കാ നമ്മളെ കടന്നു ചെല്ലേണ്ടത്. സുബ്ഹാനല്ലാഹ്. എന്താണ് ലോക മുസ്ലിമേ നമ്മൾ മനസ്സിലാക്കാത്തത്? എന്താണ് മശ്റയിലെ ആ മശ്റ വെപ്രാളത്തോടെ ഓടാൻ തുടങ്ങുകയാ, മനുഷ്യനെല്ലാവരും ഓടാൻ തുടങ്ങുകയാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ഓടുകയാ. ആദം നബി പറയുകയാണ് കേട്ടോ, ആദം നബി പറയുക എനിക്കതിന് അർഹമല്ല. ആദം നബി പറയുകയാണ് എനിക്കതിന് അർഹമല്ല. രണ്ടാമത് ആ ഇബ്രാഹിം നോഹ് നബിയുടെ അടുത്തേക്ക് പോവുകയാ. നോഹ് നബിക്കും അതേ മറുപടിയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോവുകയാ. മൂസാ നബിന്റെ അടുത്തേക്ക് പോവുകയാ. ഈസാ നബിയുടെ അടുത്തേക്ക് പോവുകയാ. പ്രധാനപ്പെട്ട 25 നബിമാരിലൊക്കെ എല്ലാവരും നോക്കും. പക്ഷേ എല്ലാവരും പറയുന്ന മറുപടി എനിക്ക് സാധിക്കൂല. 24 പോകും. അവസാന ലോകത്തിന്റെ തന്നെ നായകനായ മദീനയുടെ മണവാളനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന പൊട്ടിക്കരഞ്ഞം കൊണ്ട് വിഷമങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുമ്പോ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങ് സുജൂദ് ചെയ്യുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ് യാ മുഹമ്മദ്, മുഹമ്മദേ തലയുയർത്തൂ, മുഹമ്മദേ തലയുയർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുന്നേറ്റ് നിന്ന് മശ്റയിലെ വിചാരണക്കായി പറയുകയാ. ആ മശ്റയിലെ പ്രവാചകൻ ആരാണെന്ന് ഈ വേദിയിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തു. ലോകത്തിന്റെ നായകനെ, മദീനയുടെ മണവാളനെ, നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മശ്റയെ അങ്ങ് തുടങ്ങുമ്പോ ഓരോ മനുഷ്യനെയും വിളിച്ചുകൊണ്ട് വിചാരണ അങ്ങ് തുടങ്ങുമ്പോ ഓരോ മനുഷ്യന്റെ ഇവിടെ കാണുന്ന 2 തോളിലുള്ള ഓരോ മനുഷ്യന്റെ ലിസ്റ്റ് അങ്ങ് വായിക്കുമ്പോ അവനവന് ചെയ്തുകൊണ്ട് എവിടെ നിന്നവൻ ചീത്ത വിളിച്ചോ, എവിടെ നിന്നവർ തെറ്റ് ചെയ്തോ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല കേട്ടോ. അവിടെ വരുന്ന മശ്റയിലേക്ക് സാക്ഷിയായി വരുന്നത് ആ ഇവിടെ നിന്ന് കള്ളു കുടിച്ചോ സഹോദരാ, എവിടെ നമ്മളെ ചീത്ത വിളിച്ചോ ഉമ്മ, എവിടെ നിന്ന് ഫിത്ന പറഞ്ഞോ ഉപ്പ, ആ സ്ഥലം വന്ന പറച്ചു തമ്പുരാന്റെ മുന്നില് ആ മത്സരത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആ കൈകളാ സംസാരിക്കാൻ പോകുന്നവളെ, അവിടെ കാലുകളാ സംസാരിക്കാൻ പോകുന്നത് തന്റെ പ്രണയ സഖിയുമായ കൊണ്ട് ബീച്ചിൽ പോയിക്കൊണ്ട് കൂത്താടിക്കൊണ്ട് നടന്ന സഹോദര, തന്റെ കുടുംബമായിക്കൊണ്ട് തന്റെ ഭാര്യയുമായിക്കൊണ്ട് ആദ്യമായി പോയത് ഈ സിനിമ കാണാനാണെങ്കിൽ തെറ്റിയേ. തന്റെ ഭർത്താവ് കാണാതെ സെൽഫോണിൽ സംസാരിച്ചതെവിടെയാ പിടിക്കുക. തന്റെ ഭാര്യ അറിയാതെ ഏതോ ഒരു പെണ്ണുമായി ചാറ്റിംഗ് ചെയ്തതെവിടെയാ പിടിക്കുകയാ. അവിടെയാണ് തകർന്നടിഞ്ഞു പോകുന്നത്, അവിടെയാണ് തകർന്നടിഞ്ഞു പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ ഹബീബ് മാത്രമാ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് 4 കാര്യങ്ങളാ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക. ഒന്നാമത്തത് എന്തെന്നറിയുമോ? താളിൽ ഖുർആൻ. എന്ത് ഖുർആൻ ഓതുന്നവരാ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയ ടൈമായി. അപ്പൊ ഖുർആൻ ഓതുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തത്
നാവിനെ സൂക്ഷിക്കുന്നവരാ. ആ നാവിനെ സൂക്ഷിക്കുന്നവര് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നാവിനെ നീ പടച്ചു തമ്പുരാനെ. അല്ലാഹുവേ നാവിനെ നീ സൂക്ഷിക്കാനുള്ള കഴിവ് നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മൂന്നാമത്തത് എന്തെന്നറിയുമോ? അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലാഹുവേ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തുക. സദക്ക ചെയ്യുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ അവർ സ്വർഗം കാത്തിരിക്കുന്നവരാ. റസൂലുള്ളാഹി പറഞ്ഞതാ മഅ്ശറയിലെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമായത്. ഇപ്പൊ നമുക്ക് സ്വർഗം വേണമെങ്കിൽ മഅ്ശറയിലെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൂന്നാമത്തെ കാര്യം സദഖ ചെയ്യുക, സകാത്ത് കൊടുക്കുക. പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ, അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് അവരാണ് കേട്ടോ മൂന്നാമത്തെ ആള്. അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. നമ്മളെ സ്വർഗത്തെ കാത്തിരിക്കുമ്പോ സ്വർഗം നമ്മെ കാത്തിരിക്കണം. അതിൽപ്പെട്ട മൂന്നാമത്തെ ആൾക്കാരെ, നാലാമത്തെ ആരെന്നറിയുമോ? റമളാൻ മാസം നോമ്പ് നോൽക്കുന്നവരാ. റമളാൻ മാസം നോമ്പ് നോൽക്കുന്നവരാ. അല്ലാഹുവേ റമളാൻ മാസം പടച്ചു തമ്പുരാനെ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അല്ലാഹുവേ റമളാൻ മാസം പടച്ചു തമ്പുരാനെ നോമ്പ് നോറ്റിയാനുള്ള തൗഫീഖ് ആഹുവേ നൽകണം അല്ലാഹ്. ആഹുവേ നീ നൽകണം പടച്ചു തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാതെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഹലാലായ എല്ലാ മുറാദുകളും മനസ്സിലാകാനും പരലോക വിജയത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണവള അൽഹംദുലില്ലാഹ് 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 റഹ്മാൻ റഹീമായ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നാളെ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ആ ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹ് ആ സഹോദരിയെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. എന്താ പ്രയാസമുണ്ടെങ്കിൽ അത് നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി ഈ വേദിയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു പടച്ച തമ്പുരാനെ. നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവേ ആ സഹോദരി നീ സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ നീ പുറത്തു നൽകണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. നാളെ ഹബീബിന്റെ ജന്നാത്ത് ഫിർദൗസിൽ റസൂലുള്ളാഹിനോട് മുഹബ്ബത്ത് വെച്ച ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാമോ? മഹാനായ ഉബൈബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൂക്കിലേക്കപ്പെടുന്ന സമയത്ത് ഉബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാ, അല്ലയോ ഉബൈബേ ഈ സ്ഥാനത്ത് മുഹമ്മദാ വേണ്ടതെന്ന് പറഞ്ഞ ഉബൈബേ നിന്നെ ഞാൻ വിട്ടേക്കാമെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നായകനായ മദീനയുടെ മണവാളനോട് മുഹബ്ബത്ത് വെച്ച ഉബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബിന്റെ കാൽപാദത്തിന്റെ അടിയില് ഒരു മുള്ള പോലെ തറക്കുന്നത് അതുപോലും എനിക്കിഷ്ടമില്ല കേട്ടോ, അതുപോലും എനിക്ക് സഹിക്കൂല എന്ന് പറഞ്ഞ പൊട്ടിക്കരണ്ട ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ മാതൃകയാക്കണ്ട പൊന്നുമ്മ. ആ ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ മാതൃകയാക്കണ്ടേ. എന്നാൽ മാത്രമേ മഅ്ശറയിലെ പ്രവാചകനായ തിരുദൂതരെ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ജീവിതത്തിൽ അച്ചടി പോലെ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഅ്ശറയിലെ പ്രവാചകന്റെ ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹുവേ അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം പടച്ച തമ്പുരാൻ. നമ്മളെ പേരെന്നെ പറഞ്ഞു തന്നെയാണ്. അപ്പൊ നമ്മളെ നാട്ടിലെ കോളേജിന് വേണ്ടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന്. എന്നാൽ നിങ്ങൾ നാളെ ആ ഹിഫ്ള് പഠിക്കുമ്പോൾ ആ കുഞ്ഞു മക്കൾ ഓതുമ്പോൾ നിങ്ങളുടെ ഒരു പങ്കുണ്ടായാൽ അല്ലാഹു നമ്മെ ആ ഒരു ഹാഫിളിനെ 40 പേർക്ക് ശുപാർശ ചെയ്യുമെങ്കിൽ നമ്മളിൽ ഒരാളെ ആ കുഞ്ഞുമോൻ ഒരാൾ ശുപാർശ ചെയ്യുന്നു. എൻ്റെ ഉപ്പാപ്പമാരെ എൻ്റെ ഉമ്മമാരെ നിങ്ങളെ കുട്ടികളെ കയ്യിലെങ്കും കൊടുത്തിട്ട് വിജയിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ഞങ്ങൾ ദോഷികളാണ് പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും നീ പുറത്തു നൽകണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയുമായ എല്ലാ തെറ്റ് പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണം അല്ലാഹ്. അവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരുമിച്ച് കൂടിയവരെ നീ സ്വീകരിക്കണം അല്ലാഹ്. അവിടെ എന്ത് വിഷമമുണ്ടെങ്കിലും നീ പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയ പോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ നീ നൽകണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ നല്ല മരണം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ നല്ല മരണം നീ നൽകണം അല്ലാഹ്. ഈമാനോടുള്ള മരണം നീ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഈമാനുള്ള മരണം നീ നൽകണം അല്ലാഹ്. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹുവേ അർഹമുർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. പള്ളിക്ക് വേണ്ടി കൊടുക്കാനും മറ്റുള്ളതിന് വേണ്ടി കൊടുക്കാനും തയ്യാറായവരെ നീ സ്വീകരിക്കണം അല്ലാഹ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ഈ അല്ലാഹുവേ സംഘടനയെ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ അല്ലാഹ് സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ദീർഘായുസ് നീ കൊടുക്കണം അല്ലാഹ്. എന്ത് വിഷമം പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ നീ മാറ്റി കൊടുക്കണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു